മറന്നു പോകല്ലേ. നാളെ ഈ ഭാര്യയും നിന്റെ മക്കളെയും പിടിച്ചുകൊണ്ട് പടച്ചവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഇന്നാ കുന്നാ മിൻ ഖബ്ലി നദൂ ഇന്നഹു ഹുവൽ ബർറുർ റഹീം. പരസ്പരം ദുആ ചെയ്തു. രണ്ടാമതായി അവർ പറയുന്നത്, ഇന്നാ കുന്നാ മിൻ ഖബ്ലു ഫീ അഹ്ലിനാ മുസ്ഫിഖീൻ. ഭാര്യയും ഭർത്താവുമായി ജീവിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ പരസ്പരം സ്നേഹത്തോടെ ജീവിക്കാൻ കഴിയണം. അതുകൊണ്ട് പാതിരാത്രിയിൽ ഈ വിഭാഗത്തിന്റെ പാതിരാത്രിയിൽ ഈ സ്വർഗത്തിൽ ഇരിക്കാൻ അവസരം കിട്ടിയ എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് ഞാൻ പറഞ്ഞു തരാ, പൊന്നുമോളെ നിനക്ക് സ്വർഗം വേണോ? എന്റെ പ്രിയപ്പെട്ട പെണ്ണെ നിനക്ക് സ്വർഗം വേണോ? മഹാനായ റസൂലുള്ളാഹി തങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീടിനകത്തിരിക്കുമ്പോ കുറെ പെണ്ണുങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാ. അവര് കടന്നു വന്നിട്ട് പ്രവാചകനോട് അതാ കുടുംബ ജീവിതത്തെ കുറിച്ച് ചില കാര്യങ്ങൾ ചോദിക്കുകയാണ്. അവസാനം പിരിയുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ, ഇന്ന പെണ്ണിന് സ്വർഗം നിർബന്ധമാണ് ആയിഷ. അല്ലാഹുവേ, പറഞ്ഞു തീരേണ്ട താമസമുണ്ടല്ലോ. വീടിനകത്ത് നിന്ന് സാലിഹത്തായ ആ സഹാബി വനിതകളായ പെണ്ണുങ്ങൾ ഇറങ്ങി ഓടുകയാണ്. അവരിറങ്ങി ഓടുകയാ. അല്ലാഹുവിന്റെ റസൂൽ സ്വർഗമുണ്ടെന്ന് പറഞ്ഞ് പെണ്ണിന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. ഓടിച്ചെന്നിട്ട് ആ പെണ്ണിനോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു നിനക്ക് സ്വർഗമുണ്ടെന്ന്, നീ എന്ത് നല്ല കാര്യമാ ചെയ്യുന്നത്? ആ പെണ്ണ് പറഞ്ഞു, നിസ്കരിക്കാറുണ്ട്, നോമ്പ് പിടിക്കാറുണ്ട്, ഖുർആൻ ഓതാറുണ്ട്, ദിക്റുകൾ പറയാറുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കാറുണ്ട്. ചെന്ന പെണ്ണുങ്ങൾ പറഞ്ഞു, ഞങ്ങളും അത് ചെയ്യാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, ആ പെണ്ണിനോട് ചോദിച്ചു, പ്രത്യേകമായി നീ